ശബരിമല സ്വർണ്ണ തട്ടിപ്പ് അത് 4 ഘട്ടങ്ങളായിട്ട് ഇനി അന്വേഷണം നടത്തുമെന്ന് SIT പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ ഈ വിവരം ധരിപ്പിച്ചിരുന്നു. ഹൈക്കോടതിയിലെ ചില പരാമർശങ്ങൾ നേരത്തെ വന്നത് SITക്ക് എതിരാണ് എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ SITയുടെ പ്രവർത്തനത്തിൽ ഹൈക്കോടതി വളരെ സന്തോഷം രേഖപ്പെടുത്തി. നന്നായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ചില ലാഗുകളൊക്കെ ഉണ്ടായി എന്ന് പത്രങ്ങൾ വാർത്ത എഴുതിയെങ്കിലും ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. H. വെങ്കടേശനെയും ശശിധരനെയും ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ രണ്ടുപേരെയും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് മുഖേന രണ്ടുപേരും എന്തൊക്കെ ചെയ്തു, അന്വേഷണം എവിടം വരെ പോയി എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അന്വേഷണം വിപുലമാക്കുന്നതിൻ്റെ പേരിൽ കുറേ പോലീസ് ഓഫീസേഴ്സിൻ്റെ സഹായം കൂടി വേണം എന്ന് അവർ ഹൈക്കോടതിയോട് പറഞ്ഞിരുന്നു. അതിനകത്ത് 2 പേരുടെ പേര് വന്നിരുന്നു. അവർ CPMൻ്റെ ചില വക്താക്കളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരെന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. കാരണം 1-2 ഇൻസിഡൻറ്റ് അവർ CPMനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എതിർകക്ഷികൾക്ക് അവർ ചില നടപടികളെടുത്തത് അത് CPMനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ SITയുടെ അന്വേഷണ ടീമിലേക്ക് ഉൾപ്പെടുത്തരുത് എന്ന ചില വാർത്തകൾ പത്രങ്ങളിലൊക്കെ വന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്. അവരിതുവരെ പ്രവർത്തിച്ച മേഖലയിലൊക്കെ ഒരു പ്രോ CPM വക്താക്കളായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള വാർത്ത വന്നിരുന്നു. പക്ഷേ SIT പറഞ്ഞ ആ 2 പേരും കഴിവുള്ളവരാണ്. ഹൈക്കോടതി ആരെ വേണേലും വിളിച്ചോളൂ, കഴിവുള്ളവരെ എടുത്തോളൂ, തടസ്സമില്ല. ഇപ്പം ഈ പത്രക്കാർ പറഞ്ഞ ആ 2 പേര് അവർ പ്രോ മാർക്സിസ്റ്റാണ് എന്ന് പറയുന്ന അവരെ എടുത്താലും തടസ്സമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ചല്ല അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഹൈക്കോടതി ഡയറക്ഷനാണ്. അവരെന്തെങ്കിലും ഇതിനകത്ത് അന്വേഷണത്തിൽ വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തെ തകിടം മറിക്കാൻ എന്ത് പ്രവൃത്തി ചെയ്താലും ഹൈക്കോടതിക്ക് അത് മനസ്സിലാവും. തക്കതായ നടപടി ഉടനുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ വിളിച്ചോളൂ എന്ന് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ H. വെങ്കടേഷിൻ്റെ അടുത്തും ശശിധരൻ SP-യുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അന്വേഷണം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അന്വേഷണം 4 ഘട്ടമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് SIT പറയുന്നത്. ഒന്ന് 1998 1-ാം ഘട്ടം വിജയമല്യ അവിടെ 42.44 എന്ന് പറയുന്നുണ്ട്, 44 കിലോ സ്വർണം അവിടെ കൊടുത്ത് അത് പൂശിച്ചത് 1-ാം ഘട്ടം 1998-99. 2-ാം ഘട്ടം പറയുന്നത് ഏകദേശം 2019 മുതലാണ്. ശ്രീകോവിലെ കട്ടിളപ്പണി ഇടക്കിക്കൊണ്ടുപോയ സന്ദർഭം അവിടെ മുതലാണ് 2-ാം ഘട്ടം 2019 മുതൽ. 3-ാം ഘട്ടമാണ് വീണ്ടും 2010 ദ്വാരപാലക ശില്പം അവിടുന്ന് അഴിച്ചുകൊണ്ടുപോയി സ്വർണം പൂശാൻ കൊണ്ടുപോയത്, അത് 3-ാം ഘട്ടം. ആ ദ്വാരപാല ശില്പം കൊണ്ടുപോയതിന് ശേഷം 2025 വരെ പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടം വരെ 4-ാം ഘട്ടം. അപ്പോൾ ഏകദേശം 27 വർഷം 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് SIT ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ 15 പ്രതികൾ ലിസ്റ്റായിട്ടുണ്ടെങ്കിലും 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും റിമാൻഡിലാണ്. ആർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. ഈ കേസിൻ്റെ 90 ദിവസം കഴിഞ്ഞാൽ ഈ കേസ് റിമാൻഡിൽ കഴിയുന്നവർക്ക് ജാമ്യത്തിന് ഒരു ക്ലെയിം ആകും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അല്ലെ പുതിയ നിയമസംഹിത അനുസരിച്ച്. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും വേവലാതിപ്പെടേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്വേഷണം മുന്നോട്ട് പോകട്ടെ. 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോലുള്ളവർക്കും അതറിയാം. അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ജാമ്യത്തിന് അവർ പോകുന്നെങ്കിൽ ജാമ്യം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. കാരണം അവർ ജാമ്യം കൊടുത്താൽ തന്നെ അത് പത്തനംതിട്ട ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അവർ കയറാൻ പാടില്ല. കാരണം പത്തനംതിട്ട ദേവസ്വം ശബരിമലയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലാണ്.
അതോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം അത് ഓഫീസെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ 2 ജില്ലയിൽ അവർ കയറാൻ പാടില്ലാത്ത രീതിയിൽ അവർക്ക് കൊടുത്തോട്ടു, അവർക്ക് ജാമ്യം കൊടുത്തോളൂ, തടസ്സമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരെ ഇതിൻ്റെ അകത്തുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകും തീർച്ചയായിട്ടും. ഈ 2 ജില്ലയിൽ കയറി കഴിഞ്ഞാൽ റെക്കോർഡ് ഒന്നും തിരുത്താനൊന്നും കഴിയില്ല. ഇനി തിരുത്തിയത് മാത്രമേ തിരുത്തിയത് തന്നെയായിട്ട് കിടക്കും. അത് പോലീസിന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്ര പ്രസിഡന്റുമാർ ശബരിമല ദേവസ്വം ബോർഡിൽ വന്നു പോയിട്ടുണ്ട്, അവരെ എല്ലാവരും ചോദ്യം ചെയ്യേണ്ടി വരും. നമുക്കറിയാം 2000 മുതൽ 1998 2000 വരെ ആരാണ് ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊരു വ്യക്തതയില്ല. 2000 മുതൽ 2014 കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നൊരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. 2017 2019 കാലഘട്ടത്തിൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. 2019 21 കാലഘട്ടത്തിൽ എൻ വാസു പ്രസിഡന്റാണ്. അതിനുശേഷം വാസുവിന് ശേഷം ചെറിയൊരു കാലഘട്ടത്തിൽ അനന്തഗോപൻ എന്ന് പറഞ്ഞ പത്തനംതിട്ട ജില്ലാ CPMൻ്റെ നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുണ്ട്. 2023 മുതൽ 2025 വരെ നവംബർ വരെ 15 വരെ പ്രശാന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത്. ഏതായാലും കഴിഞ്ഞ 27 വർഷം ദേവസ്വം ബോർഡ് ആരൊക്കെ ഭരിച്ചു, അവരുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം തട്ടിപ്പുകളുണ്ട്, അതൊരു 4 ഘട്ടമായിട്ട് തിരിച്ച് SIT അന്വേഷിക്കുകയാണ്. സമയമെടുക്കും. 90 ദിവസത്തിനകം അന്വേഷണം എങ്ങും എത്തില്ല. അതുകൊണ്ട് ഓരോ പാട്ടുകൾ തീരുന്നതനുസരിച്ച് കുറ്റച്ചാർജ് കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ അന്വേഷണം പൂർത്തിയാക്കി അതിനകത്ത് കടത്തൊന്നുമില്ല, അത്യാവശ്യത്തിന് സ്വർണം മോട്ടിച്ചത് മാത്രമുള്ളെങ്കിൽ അതിനകത്ത് പ്രതിയായിട്ടുള്ളവർക്കും അവരെ ട്രയലിന് അല്ലെങ്കിൽ കുറ്റച്ചാർജ് കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. 4 ഘട്ടങ്ങളും വന്നു വിചാരിച്ചാൽ 4 കുറ്റച്ചാർജ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 4 കാലഘട്ടം 4 സമയത്താണ്, 4 വർഷങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അന്വേഷണം നല്ല രീതിയിലും നല്ല പ്ലാനിങ്ങോടും മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അപ്പോഴപ്പം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ 15 പ്രതികളുള്ളതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രതികൾ കൂടും, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും വളരെ വിപുലമായ ഏരിയ ഇതിനകത്തുണ്ട്. കാരണം ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണങ്ങൾ എവിടെയൊക്കെ പോയി, എങ്ങോട്ടൊക്കെ പോയി, അതിൻ്റെ പണം ആരൊക്കെ കൈവശപ്പെടുത്തി, ആർക്കൊക്കെ അതിൻ്റെ ഷെയർ കിട്ടി, ആ ഷെയർ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ ഇനി തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഈ കേസിനകത്ത് ഏറ്റവും വലിയ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ, യാതൊരു സംശയമില്ല. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുണ്ട്. അതിനു മുമ്പ് 1998 മുതൽ 2007 വരെ ഏകദേശം 8 വർഷം 9 വർഷത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ആ കാലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതേ രീതിയിൽ മോഷണം നടത്താൻ കഴിവുള്ള ഒരാൾ മുരാരി ബാബു അവിടെയുണ്ട്. അദ്ദേഹം റിമാൻഡിലാണ്. അപ്പോൾ മുരാരി ബാബു 1998 വിജയമല്യ അവിടെ സ്വർണം പൂശാൻ കൊണ്ടുവന്നപ്പം അന്ന് അവിടെ മുരാരി ബാബു ഉണ്ട്. മുരാരി ബാബുവും അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടോ ഇല്ലയോ എന്നൂടെ SIT കണ്ടെത്തണം എന്നാണ് എൻ്റെ നിർദ്ദേശം.